Welcome to my channel Dracula. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വൺ ഡേ ഓൺലി ചാലഞ്ചിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഒക്ടോബർ 22, ഇന്ന് ഒക്ടോബർ 23. സോ അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ കളിക്ക് പോവാം. ഓക്കെ, നമുക്ക് ഹാഫ് ഹെൽത്ത് ആയിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ സമയം പഠിപ്പിക്കാൻ വയ്യ. നമുക്ക് കിട്ടിയ 2 ഫർണസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ 2 ഉള്ളൂ. എന്നാൽ നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അവിടെ കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്കൊന്നൊരു ഫാം ലാൻഡ് ഉണ്ടാക്കണം. അതിന് മുമ്പേക്ക് ഒരു മൈനിങ്ങിനൊക്കെ പോകണം. ഭയങ്കര പരിപാടി. നമുക്ക് ഒട്ടും സമയമില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അത് മൈനിങ് രാത്രി പോയാൽ പോരെ, ഒരു ഡേ എന്നല്ലേ ഉള്ളൂ. അപ്പോൾ രാത്രി നമുക്ക് മൈനിങ്ങിന് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാവും. എന്നാൽ രാത്രി നമുക്ക് പോവായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രി മൈനിങ്ങിന് പോവാം. നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. ഫുഡ് ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫുഡ് ഒരു പ്രശ്നമാണ്. ഇവിടെ പന്നികളൊക്കെ ഉണ്ട്, അതിനൊക്കെ കൊല്ലാം. കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയ പന്നി ഉണ്ട്, അതിനെയും കൂടി പൊടിച്ചാണ് കൊല്ലാം. ഈ കുട്ടി ഇവിടെ നമ്മുടെ പിന്നാലെ ഉണ്ടാവില്ല. ബോണ് കിട്ടി. കമോൺ. ഇനി എന്തൊക്കെ ഒറ്റ സ്കെൽട്ടൻ ചത്തുള്ളൂ. കഴിഞ്ഞ രാത്രി എത്ര സ്കെൽട്ടൻ ഉണ്ടായിരുന്നു നമ്മൾ വെറുപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ആവും കേസ്. എന്തായി നോക്കാം. ഇവിടെ ഫുഡ് ഓർഡർ റെഡിയായി. കമോൺ. നമുക്ക് പന്നിയുണ്ട്, അത് ഉരുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് വീറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഫാം ലാൻഡ് ഫസ്റ്റ് നമ്പർക്ക് ഒന്ന് ഫാം ലാൻഡൊക്കെ സെറ്റ് ചെയ്യാം. 5 സീഡ് ഉണ്ട്, അത് പോരാ. ഫാം ലാൻഡ് വേഗം പോയിട്ടൊന്ന് സെറ്റ് ചെയ്യാമായിരുന്നു. ഫുള്ള് സ്പീഡ് റണ്ണാണ് കേസ്. ഒട്ടും സമയം ഒഴിപ്പിക്കാനായിട്ട് വയ്യ. ഫുള്ള് സ്പീഡ് റൺ. ഈ പുല്ല് തേനായിട്ട് പോയിട്ട് ഫുള്ളായിട്ട് വെട്ടിക്കളയാം. ഇവിടെ നമുക്ക് ഫാം ലാൻഡ് അങ്ങോട്ട് നട്ട് വയ്ക്കാം. നമുക്ക് വെള്ളത്തിൽ നിന്ന് 3 ബ്ലോക്ക് നമുക്ക് വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റാം. തൽക്കാലത്തിന് ഇത്ര ചെറിയ ഫാം ലാൻഡൊക്കെ മതി. നമ്മൾ അത്ര വലുതായിട്ട് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് ഇത്ര ചെറുതൊക്കെ മതിയാവും. ഉള്ള സീഡൊക്കെ നമുക്ക് ഇതിൽ നട്ടേക്കാം. ഓക്കെ, ആൻഡ് ഒരു ഫാം ലാൻഡ് അങ്ങനെ വേഗം സെറ്റാക്കിയിട്ടുണ്ട്. ഫുള്ള് ചടപടയെന്നാണ് കാര്യങ്ങളൊക്കെ. ഫുള്ള് പെട്ടെന്നാണ് ഈ നടക്കുന്നത്. ഇനി നമുക്ക് മട്ടൻ നിന്നെങ്കിലും വിശപ്പ് അടന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇതുകൂടി എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീടൊന്ന് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് കുറച്ച് ഇവിടുത്തെ മരങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട്. മരങ്ങളൊക്കെ കട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പശുവണ്ടീനെ നമ്മൾ കണ്ടത്. ഈ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് പശുവാണ്. ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇതിനെ. നമ്മൾ ഈ കൊമ്പ് കൊണ്ട് കളിക്കുകയാണ് കേസ്. ആരാണ് ജയിക്കാൻ നോക്കാം. പക്ഷെ എനിക്ക് സമയം, എൻ്റെ കൊമ്പെന്താ ഇങ്ങനെ എന്താ തിന്നാ പോരെ. കളിക്കാനൊന്നും സമയമില്ല. നമ്മൾ ഭയങ്കര സ്പീഡ് റണ്ണിങ് ആണ്. അവൻ എന്തെങ്കിലും വളർന്നു നോക്കാം. എന്ത് വളരാൻ അത്ര നേരം കൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ഫുഡ് എടുത്തുള്ളൂ കേട്ടോ. അത്ര ഫുഡ് എടുത്തുള്ളൂ ഞാൻ. ഇനി നമുക്ക് സ്ലാബ് ഉണ്ടാക്കി വീടിൻ്റെ ചുറ്റും ഫുള്ള് സ്ലാബ് ആക്കാം. ചുറ്റും എല്ലായിടത്തും സ്ലാബ് ആക്കാം. നമുക്ക് ഇവിടെ ഒക്കെ സ്ലാബ് ആക്കിയിട്ടാണ് നിറച്ചട് കൂട്ടാം. നമ്മൾ ഇവിടെ ഫുള്ള് സ്ലാബ് ആക്കി. പിന്നെ അകത്ത് പോവുകയാണെങ്കിൽ അകത്ത് നമ്മൾ സ്ലാബ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ജനാല സെറ്റ് ചെയ്യാനായിട്ട് എന്താ നീങ്ങാൻ പറ്റത്. നമുക്ക് എല്ലാ ഭാഗത്തും ജനാല സെറ്റ് ചെയ്യാം. ജനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതൊന്നും നമ്മുടെ സാൻഡൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോണ ജനാല പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പാണ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതല്ലല്ലോ. ഇതങ്ങനെയല്ലോ നിൽക്കുക. ഇതല്ല വേണ്ട. എൻ്റെ കോബിൾ സ്റ്റോൺ പോയി. ഏതായിരുന്നു? ഓക്കിൻ്റെ. ഇതങ്ങനത്തെ കുറച്ചുകൂടി വേണമല്ലോ. കുറച്ചുകൂടി വേണം. കുറച്ചുകൂടി. ഇവിടെ ഇപ്പോൾ ഇതെടുത്തിട്ട് നമുക്കിനി ഫുള്ള് ജനാല നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 ഇവിടെ ഒരെണ്ണം. ഒരു ലോഗ് പുറത്തുണ്ട്. അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. കിട്ടിയില്ലേ? കിട്ടി. എൻ്റെ വീട് ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇവിടെ കുറച്ച് പാട്ടിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒരു ദിവസം 2 ദിവസം കൊണ്ടാണ് ഇത്രയും പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭയങ്കര സ്പീഡ് റൺ ആയതുകൊണ്ട്. അല്ലാത്തവർക്കൊന്നും ഇത് നടക്കുന്ന പരിപാടിയില്ല. ഞാനാ പറയുന്നത്.
ഓക്കെ. ആൻഡ് നമുക്ക് അത്രക്ക് മതി, വീടൊക്കെ അത്ര മതി. എനിക്ക് വയ്യ ഇനി ഉണ്ടാക്കാൻ. കാര്യം ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു സമയമില്ല, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എന്താ ഒരു ദിവസം ഒരു ഡേ മാത്രം മൈൻക്രാഫ്റ്റിൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്താണ് ഇത്ര സാപ്ലിംഗ് ഒക്കെ വീണ്? ആകെപ്പാടെ 2 മരേ പൊട്ടിയുള്ളൂ. ഇപ്പോൾ 5 എത്ര കിട്ടി? 5 സാപ്ലിങ്. ഇവിടെ നടാം. ഇനി നമ്മുടെ വീറ്റ് ഫാമിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നോക്കാം. ഇതൊന്നും എങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല, കാരണം വളരാൻ തന്നെ നല്ല ടൈം എടുക്കും. തൽക്കാലം അത് അവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഇതെന്തത് മൈൻക്രാഫ്റ്റിൻ്റെ ഫിസിക്സ്? സമ്മതിച്ചു. ഇവിടെ ഇനി വളരാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കുന്ന തോന്നുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഉള്ളതൊക്കെ എടുത്തിട്ട് ഈ ഫാം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. കുറച്ചൊക്കെ ഈ പൊട്ടണവരെ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക് ഈ ഫാം. ഇത് ഫ്ലിൻറ്റ് കിട്ടും. കിട്ടിയില്ല ഫ്ലിൻറ്റ് കിട്ടിയില്ല. ഫ്ലിൻറ്റ് കിട്ടിയില്ല. പക്ഷെ എന്താപ്പത്, ഒരു ഫ്ലിൻറ്റ് കിട്ടാൻ അത്ര കഷ്ടപ്പാടേ. കമോൺ. ഈ ഫ്ലിൻറ്റ് കിട്ടണില്ല. നൈറ്റ് ആവാനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലോഗ് ഇവിടെ ഉരുക്കാനായിട്ട് വെക്കാൻ കണ്ട. നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈസിക്ക് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ നേരം എടുത്തു. അത് നമുക്ക് ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പെട്ടെന്ന് ആവട്ടെ. ഞാൻ എന്ത് ഉണ്ടാക്കണം വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് മൈനിങ്ങിന് പോകാമല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇനി ഉറങ്ങിയ നേരം ഭയങ്കര, അല്ലെങ്കിൽ കുറച്ച് നേരം കിട്ടാറുള്ളൂ. അതുകൊണ്ട് കേസുള്ള നേരം മൈനിങ്ങിനായിട്ട് പോവാം. ഇനി നമുക്കിവിടെ മൈനിങ് ചിലവഴിക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നമ്മളിവിടെ കുറേ നേരം മൈൻ ചെയ്തു, പക്ഷെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. സിക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ മൈനിങ് ട്രിപ്പ് ഇവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മൈനിങ് തുടരാം. നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമുക്കിനി എന്തായാലും ടോർച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നമുക്കിനി ഉറങ്ങി എണീച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വക ടാറ്റ ബൈ ബൈ.